ശ്രീ വസന്ത് തെങ്ങമ്പള്ളി, ഞാൻ താങ്കൾ പറഞ്ഞ കാര്യങ്ങളിലെ പല ഫാക്ച്വൽ എററുകളുണ്ട്. കേന്ദ്രം നൽകിയത് ഈ വോളണ്ടിയർമാരുടെ കാര്യത്തിൽ എന്താണ് പോലീസ് സേനയുടെയും മറ്റുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ കണക്കുകൾ വ്യക്തമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ എത്താം. ആദ്യ റൗണ്ട് എല്ലാവർക്കും പറയാനുള്ളത് കേൾക്കട്ടെ. ശ്രീ വസന്ത് തെങ്ങമ്പള്ളി, നോക്കൂ, വസന്ത് തെങ്ങമ്പള്ളിക്ക് കൂടി കാണാൻ ഞാൻ സൈഡിലിടുകയാണ്. 2016 ഏപ്രിൽ 10 പുറ്റിങ്ങൽ ദുരന്തം. അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയ ഇതേ മെമ്മോറാണ്ടം, ഇതുപോലത്തെ മെമ്മോറാണ്ടം ആലോചിക്കുക. 1 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം സംഭവിച്ച ഒരു ദുരന്തത്തിലാണ് ഇത്. 3 ഗ്രാമങ്ങൾ ഒലിച്ചു പോയെടുത്താണ്. ആലോചിക്കുക, അത് കമ്പയർ ചെയ്യണം, അത് താരതമ്യപ്പെടുത്തണം. 50,000 രൂപയാണ് ഡ്രസ്സിനും അട്ടൻസിൽസിനും, അതായത് ഈ പാത്രങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരുന്നതായി നിങ്ങളുടെ മെമ്മോറാണ്ടത്തിലുള്ള കണക്ക്. പുറ്റിങ്ങൽ ദുരന്തത്തിൽ 2016 ഏപ്രിൽ 10 ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയതാണ്, UDF സർക്കാർ നൽകിയതാണ്. 15 ലക്ഷമാണ് തകർന്ന വീടിന് നൽകിയത്. 1.2 ലക്ഷം മാത്രമേ തകർന്ന വീടിന് ദുരന്ത നിവാരണ ഫണ്ട് പ്രകാരം നൽകുകയുള്ളൂ. അവിടെയാണ് 15 ലക്ഷം പറഞ്ഞത്. ക്രിട്ടിക്കൽ പേഷ്യൻസിന് 8 ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത്, 17,000. പിന്നീട് റബ്ബർ, തെങ്ങ് അടക്കമുള്ളയുടെ വിവരങ്ങൾ ആ മെമ്മോറാണ്ടത്തിലുണ്ട്. അപ്പോൾ ഇത് കാലാകാലങ്ങളായി അതിൻ്റെ കീഴ്വഴക്കങ്ങളുടെ ഭാഗമായി ചെയ്യുന്ന മെമ്മോറാണ്ടമാണ്. ഇത് എസ്റ്റിമേറ്റ് കണക്കാണ്. ഇത് പ്രതീക്ഷിതമായി രൂപപ്പെടുത്തുന്ന ഒന്നാണ്. 2018 പ്രളയത്തിൻ്റെ കാര്യത്തിലും നമ്മൾ ചോദിച്ചത് 60,000 കോടിയുടെ നഷ്ടമുണ്ടായി. ലഭിച്ചത് എത്രയാണ്? ചോദിച്ചത് എത്രയാണ്? അപ്പോൾ ഇത് അതിൻ്റെ കീഴ്വഴക്കമാണ്. ഇതറിയാത്തവരല്ല മാധ്യമപ്രവർത്തകരും താങ്കളടക്കമുള്ള പൊതുപ്രവർത്തകരും. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വ്യാജ നിർമ്മിതിയിലേക്ക് കൂപ്പുകുത്തി വീണത് കേരളം? പക്ഷേ അത് പൊളിഞ്ഞു വീണു ഉടനടി. എങ്കിൽ പോലും ശ്രീ വസന്ത് തെങ്ങമ്പള്ളി, ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണ്ടേ? അജിംഷാ, ഈ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, വയനാട് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പറയുന്ന ലിമിറ്റേഷനുകൾക്ക് അപ്പുറത്തേക്ക് കേരളത്തെ സഹായിക്കാൻ കേന്ദ്രം തയ്യാറാവേണ്ടതാണ്. വയനാടിന് ശേഷമുണ്ടായ ത്രിപുര അടക്കമുള്ള ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഏതാണ്ട് വയനാടിന്റെ 20% താഴെ മാത്രം ദുരന്തമുണ്ടായ ത്രിപുരയിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഒക്കെ കേന്ദ്രം ധനസഹായം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തോട് ഇപ്പോഴും മൗനമാണ് പാലിക്കുന്നത്. അത് തീർത്തും അവഗണനയാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അത് പരിഹരിക്കപ്പെടേണ്ടതാണ്, ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, അതിന് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. പക്ഷേ ഇപ്പൊ അങ്ങ് പറഞ്ഞൊരു കണക്കുണ്ടല്ലോ, ഏത് പുറ്റിങ്ങൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് അന്നത്തെ UDF ഗവൺമെന്റ്, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കൊടുത്ത കണക്കാണ് അങ്ങ് പറയുന്നത്. അതിൽ പറയുന്നത് എന്താണ്? തകർന്ന വീടുകൾ, നഷ്ടപ്പെട്ട തെങ്ങ്, റബ്ബർ, മറ്റ് കായ് വിഭവങ്ങൾ, അതിന്റെയൊക്കെ കണക്ക് സൈഡ് സ്ക്രീനിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് താങ്കൾക്ക് പ്രേക്ഷകർക്കും ഒക്കെ കാണാം. അന്ന് നൽകിയത് മെമ്മോറാണ്ടം അത് ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയതാണ്. തീർച്ചയായും അല്ല, അത് കൊടുക്കും, എല്ലാ സർക്കാരുകളും കൊടുക്കും. പക്ഷേ ഇവിടെ അത് സതീശൻ അറിഞ്ഞുകൂടെ? അല്ലല്ല, പറയട്ടെ, ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ സർക്കാർ ആ വീട് പുനർനിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് കൊടുത്തതിനെ ആരെങ്കിലും ചോദ്യം ചെയ്തോ? എസ്റ്റിമേറ്റ് കൊടുത്തതിനെ? അവിടെ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ റീബിൽഡ് ചെയ്യാൻ വേണ്ടി, റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി കൊടുത്ത എമൗണ്ടിനെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ? അവിടെ നഷ്ടപ്പെട്ട ഏക്കർ കണക്കിന് സ്ഥലം, അവിടുത്തെ കൃഷി, അതുമായി ബന്ധപ്പെട്ട കണക്കിന് ആരെങ്കിലും ചോദ്യം ചെയ്തോ? ഇല്ല. ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖയിൽ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട കണക്ക്, ഒന്നാമത് ആദ്യത്തേതിൽ 75,000 എസ്റ്റിമേറ്റ്, ആക്ച്വൽസിൽ 1,75,000. അത് ഓൾറെഡി നടന്നുപോയൊരു കാര്യമാണ്. അത് ഹൈക്കോടതിയിൽ നിൽക്കുമെന്നാണോ അജിംഷാദിനെ പോലെ ഒരു സീനിയർ ജേർണലിസ്റ്റ്? എന്നിട്ട് കോടതി അതേ സംബന്ധിച്ച് ഏതെങ്കിലും എതിർപ്പ് പറഞ്ഞോ? കോടതി അതേ സംബന്ധിച്ച് ഏതെങ്കിലും എതിർപ്പ് പറഞ്ഞോ? അല്ലല്ല, അതിൽ വിധി അല്ലല്ല, കേൾക്കൂ, ഞാൻ പറയട്ടെ. രണ്ടാമതായി അവിടെ വോളണ്ടറി സർവീസ് നടത്തിയത് ആരാണ് എന്ന് നമുക്കറിയില്ലേ? അതിൽ DYFI ഇല്ലേ? അതിൽ യൂത്ത് കോൺഗ്രസ് ഇല്ലേ? സേവാഭാരത് ഇല്ലേ? എത്രയോ യുവജന സംഘടനകൾ ഒരുമിച്ച് ഇതാണ് ശ്രീ വസന്ത് തെങ്ങമ്പള്ളി. ഞാൻ BJP നേതാവ് അത് പറഞ്ഞപ്പോൾ ആ വസ്തുത പറയാതിരുന്നത് ആദ്യ റൗണ്ട് ഒരു വെടി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതായത് 47 കോടി രൂപ അബദ്ധ മിത്ര, സിവിൽ ഡിഫൻസ്, സന്നദ്ധ പ്രവർത്തകർ, പോലീസ്, സേനാ വിഭാഗങ്ങൾക്കുള്ള പ്രതീക്ഷിക്കുന്ന ചെലവാണ്. അതിനെയാണ്, അല്ലാതെ DYFI പ്രവർത്തകരും അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും സന്നദ്ധ പ്രവർത്തകരും പോയതിന്റെ ചെലവല്ല. ഇതാണ് BJP നേതാവിനത് പറയാം, പക്ഷെ ഒരു കോൺഗ്രസ് നേതാവിനത് പറയാൻ പാടുണ്ടോ? 47 കോടി രൂപ പ്രതീക്ഷിത ചെലവ് സേനാ വിഭാഗത്തിനും ഡിഫൻസിനും വേണ്ടിയിട്ടുള്ളതാണ്.
ശ്രീ അജിംഷാദ്, ഫുഡ് ഫോർ വോളണ്ടിയേഴ്സ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞ് എത്ര കോടി മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ഇതിൽ വലിയൊരു തമാശയുണ്ട് ശ്രീ, ഇതിൽ വലിയൊരു തമാശയുണ്ട് ശ്രീ വസന്ത് തെങ്ങുംപള്ളി. BJP നേതാവ് അത് പറയാം, പക്ഷെ ഒരു കോൺഗ്രസ് നേതാവിന് ഇങ്ങനെ വസ്തുതാവിരുദ്ധമായ കാര്യം പറയാൻ പാടില്ല. അതായത് ഇരുട്ടിൽ ഇല്ലാത്ത പാമ്പിനെ തിരയുന്നു എന്ന് ലൈറ്റ് ഇട്ടപ്പോൾ ബോധ്യമായി, അതിനുശേഷവും ലൈറ്റ് ഇടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന പാമ്പെന്ന് തോന്നിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഇത് എസ്റ്റിമേറ്റ് ആണ്, ഇതൊരു പ്രതീക്ഷിത കണക്കാണ്. അത് അത്തരത്തിൽ നോക്കൂ, 2018 പ്രളയം, തെങ്ങുംപള്ളി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രീ തെങ്ങുംപള്ളി, 2018 പ്രളയം 30,000 കോടിയിലധികം രൂപ നഷ്ടം വന്നു. നമ്മൾ 6,000 കോടി രൂപ ചോദിച്ചു, പക്ഷേ കിട്ടിയത് എത്രയാണ്? 2,000 കോടി മാത്രമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ SDRF സ്റ്റേറ്റിനുള്ള ഡിസാസ്റ്റർ ഫണ്ടും നാഷണലായിട്ടുള്ള ഡിസാസ്റ്റർ ഫണ്ടിലും അനുവദിക്കപ്പെടേണ്ട തുകകൾ അത് കൃത്യമായി കേരളത്തിന് നൽകിയിട്ടുണ്ടോ? മറ്റ് സംസ്ഥാനങ്ങൾക്ക് UP-ക്കടക്കം അത് 5 വർഷത്തെ ഡിവിഡൻഡായി വരുന്ന 280 കോടിയിലധികം രൂപയിൽ എത്ര രൂപയാണ് ഇതുവരെ തന്നിട്ടുള്ളത്? അത് മുൻകൂട്ടി തരുന്നതാണ്. ഇത്തരത്തിൽ ഒരുപാട് വസ്തുതകൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ടവിടെ കിടക്കുകയാണ്. ഇതുവരെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് കുട്ടികളെ എടുത്തു, വലിയ ഫോട്ടോ സെഷൻസ് ഒക്കെ കഴിയുന്നത് പോലെ വലിയ രീതിയിൽ കാണിച്ചു. ശരിയാണ്, ഒരു ജനതയ്ക്ക് ആശ്വാസമാകട്ടെ, ആ ദുരന്തം നേരിട്ട് മനസ്സിലാക്കട്ടെ. രക്ഷാപ്രവർത്തനം പോലും അന്നത്തെ ദിവസം പ്രധാനമന്ത്രിക്ക് വേണ്ടി മാറ്റിവെച്ചു. എന്തിനാണ്? ആ ജനതയ്ക്ക്, സ്വപ്നം കാണുന്ന ആ ജനതയ്ക്ക് ഒരു ആശ്വാസമാകട്ടെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷേ ഇതെല്ലാം കണ്ടുപോയി, ദിവസങ്ങൾ കഴിഞ്ഞു, മാസമാകുന്നു, ഇതുവരെയും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനൊരു പാക്കേജ് പ്രഖ്യാപിക്കാത്ത സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ്. ഇതൊന്നും ചോദ്യം ചെയ്യാതെയാണ് ഇല്ലാത്ത കീഴ്വഴക്കങ്ങളുടെ ഭാഗമായി സാധാരണഗതിയിൽ അത് പുറ്റിങ്ങൽ ദുരന്തത്തിൻ്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ നൽകിയിട്ടുള്ള രീതി, ആ കീഴ്വഴക്കത്തിൻ്റെ ഭാഗമായി നൽകിയ പ്രതീക്ഷിത ചിലവിനെ അത് ചെലവാക്കിയതാണെന്ന് വ്യാഖ്യാനിച്ച് വ്യാജവാർത്ത സൃഷ്ടിക്കുന്നതും പൊളിഞ്ഞു വീഴുന്നതും ശ്രീ തെങ്ങുംപള്ളി, എന്നിട്ട് അത് വീണ്ടും ആവർത്തിക്കുന്നത് അപഹാസ്യമാണ്. അപഹാസ്യം തെറ്റാണ്. കോടതിയിൽ കൊടുത്തിരിക്കുന്ന, നിങ്ങളുടെ സർക്കാർ കോടതിയിൽ കൊടുത്തതല്ലെന്നേ, അത് കേന്ദ്രത്തിന് കൊടുത്തതാണ്. അത് കേന്ദ്രത്തിന് കൊടുത്തതാണ്, കോടതിയിൽ കൊടുത്തതല്ല. കോടതിയിൽ ഒരു കേസ് വന്നപ്പോൾ കോടതിയിലെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ കൊടുത്തതാണ്. സംശയം ചോദിക്കട്ടെ, കൈരളി ഓണാഘോഷത്തിന്റെ ഭാഗമായി എല്ലാ തൊഴിലാളികൾക്കും ഷർട്ടും മുണ്ടും മേടിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഷർട്ടും മുണ്ടും മേടിച്ചു കൊടുത്ത് കഴിഞ്ഞ് എന്ത് എസ്റ്റിമേറ്റാണ് നിങ്ങൾ എടുക്കുക? അതുപോലെയാണ് ഇവിടെ വോളണ്ടിയേഴ്സിന് പലത് റീഇംബേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ചെലവുകൾ എന്താണിത്? ഇത് LKG പിള്ളേരെ പോലെ സംസാരിക്കുന്നല്ലോ തെങ്ങുംപള്ളി. പലതും ചെലവായത് പലതും റീഇംബേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ത് റീഇംബേഴ്സ്മെന്റ്? ആർക്ക് റീഇംബേഴ്സ് ചെയ്യും? സംസ്ഥാനത്തിന് അവരുടെ ആവശ്യമില്ലാന്ന് പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ വൈറ്റ് ഗാർഡിന് നിങ്ങൾ അത് റീഇംബേഴ്സ് ചെയ്യോ? ഡിവൈഎഫ്ഐക്ക് റീഇംബേഴ്സ് ചെയ്യോ? അങ്ങനല്ല, സംസ്ഥാനത്തിന് ചെലവായത് അനുവദിക്കുന്ന തുകയിൽ യഥാർത്ഥത്തിൽ ചെലവാകുന്ന തുക അത് കേരള സർക്കാരിന് റീഇംബേഴ്സ് ചെയ്യുകയാണ്. അതിൻ്റെ ചട്ടക്രമം അങ്ങനെയാണ്. ഞാൻ ചോദിക്കുന്നത്, പുറ്റിങ്ങൽ ദുരന്തത്തിൻ്റെ കാലഘട്ടത്തിൽ നിങ്ങൾ 2016 ഏപ്രിലിൽ ഇതുപോലെയാണ് 50,000 രൂപ, അത് 1 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം നടന്ന ദുരന്തമാണ്, അതിന് ചെറുതാക്കി പറയുകയല്ല, പക്ഷെ കിലോമീറ്റർ, ഇത് 3 ഗ്രാമങ്ങൾ ഒലിച്ചു പോയതാണ്. അവിടെയാണ് നിങ്ങൾ 50,000 രൂപ ഡ്രസ്സിനും അട്ടൻസിൽസിനും വാങ്ങിയത്, നിങ്ങൾ എസ്റ്റിമേറ്റ് ഇട്ടത്. 15 ലക്ഷം രൂപ തകർന്ന വീടിനിട്ടത്. 1.2 ലക്ഷമേ ദുരന്ത നിവാരണ ഫണ്ട് പ്രകാരം ഉള്ളൂ. എന്നിട്ട് എന്തിനാണ് നിങ്ങൾ 15 ലക്ഷം ഇട്ടത്? റബ്ബറിന്, തെങ്ങിന് ഒക്കെ എന്തിനാണ് നിങ്ങൾ ഇട്ടത്? അതെന്ത് കീഴ്വഴക്കത്തിന്റെ ഭാഗമായാണ് പുറ്റിങ്ങലിൽ നിങ്ങൾ നടത്തിയത്? പൂർണ്ണമായും ആ എസ്റ്റിമേറ്റുകളെ കോൺഗ്രസ് തള്ളിയില്ലല്ലോ. പക്ഷെ അതിൽ ചില വസ്തുതാവിരുദ്ധമായ, യാഥാർത്ഥ്യവുമായി ചേർന്ന് പോകാത്ത കണക്കുകളുണ്ട്. അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. നോക്കൂ, വളരെ കൃത്യമാണ്. നാളെ ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കോടതിയിൽ പോവുകയാണ്. ഞങ്ങൾ പൂർണ്ണമായും സൗജന്യമായി ചെയ്തു കൊടുത്തൊരു കാര്യത്തിന് സർക്കാർ പണം വകയിരുത്താൻ നോക്കുന്നു എന്ന് പറഞ്ഞാൽ എവിടെ പോയി നിൽക്കും? സ്വാഭാവികമായും ഇത് കേന്ദ്രത്തിന് അടിക്കാൻ ഒരു വടി നിങ്ങൾ കൊണ്ടുപോയി ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്. യാതൊരു സംശയവും വേണ്ട. പെരുപ്പിച്ച് കാണിക്കുക, സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കണക്കുകൾ. സാധാരണഗതിയിൽ നടത്തുന്ന കീഴ്വഴക്കമാണ്. അത് ഈ കാണുന്നവർക്കും വായിക്കുന്നവർക്കും കൊടുക്കുന്നവർക്കും ഒക്കെ അറിയാം. കോടതി തന്നെ അതേക്കുറിച്ച് ഒരു നീരസവും പറഞ്ഞില്ലല്ലോ തെങ്ങുംപള്ളി. പിന്നെ എന്താണ് നിങ്ങൾ ഇങ്ങനെ ആശങ്കപ്പെടുന്നത്?